ദൈവത്തിന് നന്ദി പറയാണ്. തലവൻ കഴിഞ്ഞിട്ട് തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് അറിവല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിൻ്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്രയുണ്ടായതും. യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി ഇന്ന് കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എൻ്റെ 2ാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പീറ്റ് അടിച്ച് 7ാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിൽ 6 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ചൊരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എൻ്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, ആദു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ട് എത്തും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, TA നവാസ്, അവരുണ്ട്. ഏറ്റവും വില കൂടിയൊരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാറ് തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാറ്, ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താനിവനോ, മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പോൾ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ പാട്ടിന്റെ പല്ലവി എൻ്റെ മനസ്സിലും ഞാൻ പാടാൻ തുടങ്ങി. യാറോ ഇവൻ യാറോ, യാരടാ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദിനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ഗോവയിൽ സർക്കിട്ടിന്റെ ഒരു കാര്യത്തിന് പോയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദിന്റെ കുഞ്ഞെൻ്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ബൈ പറയരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, സിയു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദിന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 850 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റായിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്. സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, ഇന്നിവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ ഡബിങ് ആർട്ടിസ്റ്റാണ്, ലിറിസിസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് എന്നെ കൊണ്ട് നടക്കുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലി ഉണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണി ഉണ്ട്, ഇവരൊക്കെ വിളിക്കും. അനൂപ്, പിന്നെ ഇതിൽ ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കിൽ, അത് സഞ്ജയ് ബോവിയിലെ സഞ്ജയ് ആണ്. അത് മുമ്പിൽ ഒന്നിരാ ഇവിടെ ഇരിപ്പുണ്ട്, വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം സഞ്ജയും ഞാനും സുരേഷും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് എത്രയോ രാത്രികളും പകലുകളും ഇരുന്നിട്ടാണ് എൻ്റെ സൺഡേ ഹോളിഡേയിൽ ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെപ്പോലത്തെ ഒരു ആള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് ആദ്യത്തെ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതി, അപ്പൊ ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഗുണം ഉണ്ടാവില്ല, ആൾക്കാർ തേപ്പുകാരി എന്ന് വിളിക്കും. പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റു മറ്റ് ഭാഷകളിലേക്ക് പോയി. മലയാളത്തിന്റെ അഭിമാനമായ
അല്ലേ? ടച്ച് വുഡ് എന്ന് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ശ്രുതിയും ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്. ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ. നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ തന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ വൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ, നമ്പർ തന്നുകൂടെ? ഞാൻ പറഞ്ഞു ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവൻ്റെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എൻ്റെ നാട്ടിൽ നിന്നാണ്. എൻ്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രോഡിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റ് നിന്നാൽ കാണായിരുന്നു പേട്ട. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ജയസൂര്യയും കൂടെ 2001-ലോ 2-ലോ മറ്റോ ആണ് പാലക്കാട്ട് ഒരു സ്കൂളിൻ്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഒരു 10,000-3000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരായിരുന്നു കുറച്ച് കാലത്തേക്കെങ്കിലും. അന്ന് മുതൽ എൻ്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ദ വൺ ആൻഡ് ഓൺലി സജീവ് നായർ. എണീറ്റ് നിന്നാൽ കാണാം സജീവേട്ട. ആഡ്ലക്സിൽ കഴിഞ്ഞ പ്രാവശ്യം റൈസപ്പിൽ വന്നപ്പോൾ 10,000 പേര് അങ്ങ് അറ്റം വരെ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആ കൊടുത്ത് ഞാനും ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലുമൊക്കെ പേരെടുത്ത് പറയാൻ പറ്റും? സോറി, പറഞ്ഞേ പറ്റൂ, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത് എനിക്ക് ചിദംബരത്തിൻ്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിതോടെ ഉണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമൻ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയി, നമ്മളെല്ലാവരും പോലെ തന്നെ. അപ്പോൾ ബാലൻ്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലൻ്റെ പ്രിവ്യൂവിനെ വിളിച്ചു, കഴിഞ്ഞു. ഈ കക്ഷിയെ ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. ബാലൻ്റെ ഗെറ്റപ്പ് അല്ലാതെ ഫർസാനയെ നമ്മൾ ഇന്നിവിടെ കാണാം. ഒത്തിരി മീഡിയയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടു കൂടി വന്ന ഫർസാനയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ട് ഏറ്റവും ഹൃദ്യമായ വാക്കുകളാൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. Now I think we should give a big round of applause once again to that one man who always spreads such huge waves of positivity. Thank you so much. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമ എങ്ങനെയായിരിക്കും നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടുതൽ വിശേഷങ്ങളൊന്നും നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പോകെ when we welcome the crew, when we welcome the cast, we will get to know more about that. And yes, and now ഇന്ന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് തരുന്നവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. അത്തരത്തിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. And now ladies and gentlemen, just ഒരു വെൽക്കം സ്പീച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്കൊരു വലിയ കക്ഷിയാണ് എന്നാണ്. അത് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 100% റീറ്റെയിൽ ഫോക്കസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫ്യൂച്ചർ ഡിസൈൻ കമ്പനി Litmus 7 Days CEO, none other than Sri Venu Gopalakrishnan. And we also know how crazy he is about car, how crazy he is about riding. And now ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ക്രേസും ആരംഭിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He is stepping his feet into Malayalam film industry and this is going to be his first production. അപ്പോൾ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ മികച്ച കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A big round of applause in welcoming Mr. Venu Gopalakrishnan, one of the producer who is gifting us the film.
ഉണ്ടാവുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും സർ, ഹൗ ആർ യു ഫീലിംഗ്? എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ്, എന്താണ് മനസ്സിലിപ്പോൾ തോന്നുന്നത്? ലൈക്ക് എവറി ടൈം വെൻ യു സ്പീക്ക്, വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇൻസൈറ്റ്സ് നമുക്ക് പങ്കുവെക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ just curious to know how you're feeling at the moment. Very honestly speaking, I had no intention to get into movies at all. The only reason I'm standing here because of two people. One is Shamsu and the other one sitting there very quietly, Sanjay. And I was looking for you all along. What an amazing personality. I adore your way of thinking. And I felt I should be part of it. But I was trying to escape myself from this. Apra Shamsu പറഞ്ഞ കാണുന്നില്ല. ഷംസു പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇവിടെ നിൽക്കുന്നു. I'm excited for him more than for me. I'm excited for everybody sitting here, everyone sitting here, and just joy. I never met this person. I heard quite a bit about him. I'm not a movie guy. I mean, yeah. When he said Pathmarajan's son is here, that's a privilege, honestly. Because when I interview people, I ask them one question. Why is Pathmarajan Pathmarajan? That's a question that I ask people for his authenticity, originality. So it is. I'm so privileged, and thank you, Jasya, Shamsu, and all of you, to put me into this place where I could meet all of these great legends. Happy to be here, and I'm excited for this project, and I wish good luck for this project. I think I should say we are equally excited for you having in this film. നമുക്കായിട്ട് മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും ആന്റിസിപ്പേഷനോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. I can say congratulations, sir, and let it be just a beginning. Even though you're not fascinated about movies, we just wish that Malayalam be blessed with more films coming from your production house. And we had one producer, but definitely ഇനി നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷംസു സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷേ he is busy with something. All right, പിന്നെ സംസാരിക്കാം അല്ലേ? ഓക്കെ, സോ ലെറ്റ് us keep the moment for him later when we get into the next proceedings. So now, ladies and gentlemen, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് സിനിമയിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപാലൻ സാറിനെയാണ്. അദ്ദേഹത്തെ ഏറ്റവും മികച്ച കൈഡി നൽകി തന്നെ സ്വാഗതം ചെയ്യണം. ബിക്കോസ് ഹി ഈസ് ഓൾസോ മാർക്കിംഗ് ഹിസ് ഡെബ്യൂ ടു ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അദ്ദേഹത്തിൻ്റെയും ആദ്യ പ്രോജക്റ്റ് ആണ്. അതും ഇത്രയും വലിയൊരു ആന്റിസിപ്പേഷൻ, ഇത്രയും വലിയൊരു പ്രോമിസ് മലയാളി പ്രേക്ഷകർക്ക് നൽകിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ, അങ്ങേയറ്റം ആവശ്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈഡി, everyone, big round of applause and welcome. ജോയ്, പിന്നെ മറ്റൊരു കാരണം കൂടിയായ ആസിഫ് അലി, താങ്ക് യു. കൂടുതൽ പറയാനില്ല, ഇത്തരം വേദി ഒന്നും കാര്യങ്ങളൊന്നും എനിക്കില്ല. എങ്കിലും എക്സൈറ്റഡ് ആണ് ഇത്രയും വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതൊക്കെ പറയാം, പിന്നെ തീർച്ചയായിട്ടും അധികമാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന, ഏറ്റവും ത്രില്ലോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലേ? അതിന്റെ എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ്. സഞ്ജു എവിടെ ഉണ്ട്? എവിടെയാണെന്നും കണ്ടില്ല. ഹാപ്പി, എക്സൈറ്റഡ്, സന്തോഷം. അപ്പൊ ഇനി ഒരുപാട് വേദികളിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനീഷ് സർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദി ഓണറബിൾ മിനിസ്റ്റർ ഫോർ യൂത്ത് വെൽഫെയർ, സ്പോർട്സ്, രജിസ്ട്രേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഈ അവസരത്തിലേക്ക്, ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാർട്ടി വെൽക്കം സർ. അദ്ദേഹമായിരിക്കും നമുക്കായിട്ട് ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു കഥ പറയാനുണ്ടെന്നാണ് ജിസർ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, പറഞ്ഞല്ലോ, സുരേഷ് മലയാള സിനിമയിലേക്ക് വലതുകാലം വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണത്. അപ്പോൾ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ട് കഴിയും. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന വലിയ റൈറ്റർ ഒരു കഥ പറയാൻ, ഞാൻ കുറേ നാളായിട്ട് സന്തോഷിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെ സന്തോഷിൻ്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പം മനസ്സുകൊണ്ട് സെറ്റാ സന്തോഷ് കഥ പറയുന്നുള്ളത്. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഇദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണത് ചോദിച്ചു. ഇതെൻ്റെ സുഹൃത്ത്, തൊടുപുഴയിലുള്ള കക്ഷിയാണ്. ഞാൻ ചിന്ത ചെയ്യുന്നു, പുള്ളി എഴുതും, അത്യാവശ്യം എഴുതുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്നു.
സന്തോഷ് ചേച്ചിക്കാലത്തിൻ്റെ കഥ പറച്ചിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷെ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്ന് തന്നെ ഇരുന്ന് വായിച്ചു. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കിടപ്പുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവന്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ സിനിമ സന്തോഷ് ചേച്ചിക്കാനം പരിചയപ്പെടുത്തിയ, സന്തോഷ് ചേച്ചിക്കാനം വഴിമാറിട്ടെന്ന സുരേഷിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കാം. ഒരു നല്ല കൈ തന്നെയാവും അല്ലേ? അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സർ. This opportunity to wholeheartedly welcome the Honorable Minister Advocate O.J. Janesh on the floor. മികച്ചൊരു കൈഡി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ സെറമണി രജിസ്ട്രേഷൻ ഗവൺമെന്റ് ഓഫ് കേരള. ഹാർട്ടി വെൽക്കം സർ. ജിസ് ജോയ് ആസിഫ് അലി ഒന്നിക്കുന്നതിന്റെ ഒരു മനോഹാരിതയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ഈവനിങ് കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് സാറും നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് സാറിന് ഇപ്പൊ എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫിയുടെ അടുത്ത് പറഞ്ഞു, ബണ്ണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരു കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുൻ്റെ സിനിമകൾ കാണുമ്പോൾ അല്ലു അർജുൻ്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാൾ ശ്രീ ജിസ് ജോയ് ആണെന്നുള്ളത് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫിക്കയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശ്രീ ജിസ് ജോയ് സംവിധാനം ചെയ്യുന്നു. ഏതാണ്ട് 6ാമത്തെ ചിത്രമാണ് നിങ്ങൾ ഒരുമിച്ചത്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിസ് ജോയ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശയിൽ ചോദിച്ചു, അപ്പോൾ നായകൻ ആസിഫാണോ എന്ന് തമാശയിൽ ചോദിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിൻ്റെ എല്ലാ ക്രൂവിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ടൈറ്റിൽ എനിക്ക് തോന്നുന്നു പ്രയാസം ചെയ്യണം. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത് സർ. പക്ഷേ അതിന് മുന്നേ കൗതുകം കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആസിഫിക്ക ജിസ് ജോയ് കോമ്പിനേഷനിൽ ഏത് സിനിമയാണ് സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്? എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഒരു ഡിപ്ലോമാറ്റിക് ആൻസർ ആയി പോയല്ലേ? എല്ലാ സിനിമയും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടമാണ്. എന്നാലും ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ. എൻ്റെ ഒരു പരിമിതി, എനിക്കറിയാവുന്ന പ്രസംഗങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടൊരു ഫ്ലെയറിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്ന് തടിയൂരി പോക്കോളാം. ഓൾറൈറ്റ്, അപ്പോൾ പിന്നെ നമുക്ക് ടൈറ്റിൽ ലോഞ്ചിലേക്ക് നേരിട്ട് കിടക്കാം അല്ലേ? അപ്പോൾ സാറിന്റെ പ്രസൻസോട് കൂടി സിനിമയിലെ താരങ്ങളെയും ക്രൂ മെമ്പേഴ്സിനെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുന്നായി ഒരിക്കൽ കൂടി സാർ പറഞ്ഞതുപോലെ അല്ലു അർജുന്റെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിസ് ജോയ് സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ടു ജോയിൻ ഫോർ ദ ടൈറ്റിൽ ലോഞ്ചിങ് സെറിമണി ആൻഡ് ഓൾസോ seeking the valuable presence of the producers Mr. T.R. Shamsuddin sir and Mr. Venu Gopalakrishnan sir. രണ്ടുപേരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ്ലി അവർ ഒരുമിച്ചതാ വേദിയിലേക്ക് എത്തുകയാണ്. നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് നമ്മുടെ മലയാള സ്വാഗതം ചെയ്യുന്നു, seeking the presence of Mr. Suresh sir as well. സ്വാഗത പ്രസംഗത്തിൽ ജിസ് ജോയ് സാർ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പാട്ട് കേട്ടതിന്റെ കഥ. തീർച്ചയായിട്ടും ഈ സിനിമയിലൊരു മജീഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സംഗീതം കൊണ്ട് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച, പ്രണയത്തിലാഴ്ത്തിയ, നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള മജീഷ്യനാണ്. And now, ladies and gentlemen, the magician of the film, let us give a big hand to welcome the one and only Govind Basanta. നിറഞ്ഞ കൈഡി നൽകിയതാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The stage is almost set, but now here comes the very important part. Stage ippozhum incomplete aanale, and now we have to make it picture perfect. And for that, here I am gonna welcome a star who is also a favorite boy next door in the Malayalam film industry. ഒരുപക്ഷെ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമായി, ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ സ്വന്തം ആസിഫിക്ക. Like I said in the beginning, അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമുക്ക് on and on സംസാരിക്കാം. And now, ladies and gentlemen, with a big round of applause, let us welcome the very own Asifika
നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. He is here. And now I think it's time for us to directly move to the title launching ceremony. എല്ലാവരുടെയും സാന്നിധ്യം കാംക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. So we can move to both sides so that everybody will get a good view at what is coming up next on the floor. So ladies and gentlemen, are you all ready? Camera team, media team, are you all ready to capture this? If yes, here we go. We can have a countdown, alle? ഒരു countdownന് ശേഷം നമ്മൾ 1 and here we go. സെറിമണീസിലേക്ക് നമുക്ക് കടക്കാം. സിനിമയിലെ താരങ്ങൾ നമ്മളോട് ഇനി സംസാരിക്കുന്നതാണ്, കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. ബിഫോർ ദാറ്റ് എ വെരി ക്വിക്ക് പിക്ചർ ടു മാർക്ക് ദ വാല്യുബിൾ പ്രസൻസ് ഓഫ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനേഷ് സർ. എല്ലാവരും ചേർന്ന് ഒരു പിക്ചർ എടുത്ത് ലെറ്റ് us get into the next proceedings of the evening. Yes, okay, thank you so much. ടൈറ്റിൽ ലോഞ്ചിന് പ്രസൻസ് മാർക്ക് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. ഇന്നിവിടെ എത്തിച്ചേർന്ന് ടൈറ്റിൽ ലോഞ്ച് മലയാളികൾക്കായിട്ട് സമ്മാനിച്ചതിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനേഷ്. ഓരോ സിനിമ കഴിയുന്നതോടും സ്വയം ചാലഞ്ച് ചെയ്ത് സ്വന്തം ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടർഫുൾ ആക്ടറാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു കൈഡ് നൽകി തന്നെ നമ്മുടെ സ്വന്തം ആസിഫിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A thunderous round of applause to welcome a very own, a very favorite Asif Ali. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജനീഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോയ് ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റിയും ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയ് നോട്ട് എനി മോർ അല്ല. തലവനോട് കൂടി അദ്ദേഹം ഗിയർ മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോൾ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാൻ ഒരു മടിയും പേടിയുണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്സാർട്ടർ സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ യാര് മച്ച എന്ന പാട്ടൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു കണ്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ 7th ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാകോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ്ജോയ്.
അപ്പോൾ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച AI പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. എൻ്റെ എന്ത് മണ്ടത്തരം ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എൻ്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കാണ്. അതിന്റെ കൂടെ അസഫിക്ക പോകാൻ ധൃതി വെക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ദാ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മീശ പിരിക്കുന്ന ഒരു വീഡിയോ ആ ഒരു മൊമെന്റിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ദാ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവായിട്ട് ആ മീശ പിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് വെച്ച ബീസിയാണ്. സിനിമ പിരിച്ച പോരെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാവരും ഏറ്റെടുക്കട്ടെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതിനായിട്ട് ഇപ്പൊ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഫീലില് അസലായിട്ടൊന്ന് മീശ പിരിച്ച് നമ്മളെ ഒന്ന് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ആസ്വദിക്കാനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ചേട്ടാ മൈക്ക് മാറ്റിട്ട് അങ്ങ് മീശ പിരിപ്പിക്കാനല്ലേ. So here comes the moment, everybody be ready to capture this, and here is the BGM. എത്ര വട്ടം ചെയ്യിപ്പിക്കണം? Once more. ഒരു വട്ടം കൂടെ പോട്ടെ. ഒരു വട്ടം കൂടെ 10 വട്ടം കൂടെ ചെയ്യിപ്പിക്കണം നമുക്കുണ്ട്. എന്നാലും but still യെസ് എല്ലാവർക്കും കിട്ടിയല്ലേ? താങ്ക് യു സോ മച്ച് ആസഫിക്ക. എപ്പോഴും ആസഫിക്ക സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീങ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ആൾ സ്റ്റേജിലേക്ക് വരുന്നതിന് മുന്നേ മോനെ നോക്കി എന്തോ എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോൾ ഞാൻ കണ്ടായിരുന്നു. എന്താ കൺവേ ചെയ്തേ? മോനോട് എന്താ പറഞ്ഞേ? അല്ല ഡാഡേനെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ മോനെ ആരെയാണ് വിളിക്കുന്നതെന്ന്? ഇല്ലേ? സന്തോഷമായോ? ഒന്നും പറയുന്നില്ല അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി സെറ്റിൽ ഡൗൺ. അപ്പോൾ ഏറ്റവും മാസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കണ്ട് ആ ഒരു എനർജിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഏറ്റവും കാത്തിരുന്ന ആസിഫിക്കയുടെ വാക്കുകൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റത്തോട് കൂടി തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സസിലേക്ക് കടക്കാം. So now I think at the moment, do we have our producer Shamsu sir? Yes. Okay. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഇദ്ദേഹവും മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ഓരോന്നായി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. നമുക്കറിയാം ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസ് 1983 ക്വീൻ, കാണേ എന്നീ സൂപ്പർ ഡ്യൂപ്പർ സിനിമകൾ നമുക്ക് സമ്മാനിച്ചതിന് ശേഷം അടുത്ത സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന് കൂടെ ഒരു പൊൻതൂവൽ കൂടിയുണ്ട്. മെന്റർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫൗണ്ടറുമാണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മേഖലയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. And now he's a very humble person. വന്നപ്പോൾ മുതൽ ഇവിടെ ഈ ഒരു ചിരിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So now how are you feeling? എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? Over to you. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ യൂത്തിൻ്റെ പ്രിയങ്കരനായ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനീഷ് സാർ, അതുപോലെ തന്നെ കാസ്കാഡ് ബാങ്കിൻ്റെ ഡയറക്ടർ TA നവാസ്ക, അതുപോലെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി ഡോക്ടർ അഡ്വക്കേറ്റ് അനൂപ് V നായർ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന ബാക്കി എല്ലാവരും. പിന്നെ എനിക്ക് പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ച് നെർവസാണ്. ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി വളരെ പക്വമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഇത്രയും മീഡിയയും ഇത്രയും എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ തന്നെ സഞ്ജയേട്ടൻ്റെതൊക്കെ പറയുണ്ടായി എനിക്കും പറയാൻ കുറച്ച് നെർവസ്നെസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പം അതിന് മുന്നേ തന്നെ വളരെ വളരെ ഗംഭീരമായ പ്രസംഗം കഴിഞ്ഞ ഒരു വെൽക്കം സ്പീച്ച് ജിസ്സേട്ടൻ നടത്തുകയുണ്ടായി. ഞാൻ പുറത്ത് നിന്നിട്ടാണെങ്കിലും സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഗംഭീരമായ ഒരു പ്രസംഗത്തിന് ശേഷം
ആസിഫിൻ്റെ ഇഷ്ടത്തോടുള്ള പ്രസംഗത്തിന് ശേഷം ഞാൻ എന്ത് പറയാനാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ആക്ച്വലി ടൈറ്റിലിന് മുന്നേ പ്രസംഗിക്കാനാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ടൈറ്റിൽ അതിഗംഭീരമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ജിസ്സേട്ടൻ ഈ ടൈറ്റിലേക്ക് ഫൈനലിൽ ലോഞ്ച് ചെയ്ത്. പല പല ടൈറ്റിലുകൾക്ക് ശേഷം ഇങ്ങനൊരു ടൈറ്റിലേക്ക് എത്തിക്കപ്പോൾ ഓരോ ടൈറ്റിലും ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ടൈറ്റിൽ പോയിട്ടുണ്ടാവും, അടുത്തൊരു ടൈറ്റിൽ വന്ന് അത് പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ലോഞ്ചും ഫിക്സ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി, അത്രയും കോരിത്തരിച്ചു പോയി. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. അതുമാത്രമല്ല ആ ടൈറ്റിലും അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടൈറ്റിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഭയങ്കര ത്രില്ലടിപ്പിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ ഇറ്റ് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. സോ ഞാൻ ഇത്രയും കാലമായിട്ട് ആകെ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 1983 നിന്നും തുടങ്ങി ഇത്ര കാലത്തിനുള്ളിൽ ആകെ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സിനിമകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ജിസ് ജോയോടും അതേപോലെ ആസിഫിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഇവരുടെ ഒരു കോംബോ ഫിലിം അല്ലെങ്കിൽ ഈ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോംബോസ് ആണ്. എല്ലാവരും ഇത്രയും മീഡിയം എല്ലാവരും കാത്തിരിക്കുന്ന ഇവരുടെ കോംബോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും പ്രതീക്ഷയുള്ള ഈ കോംബോയുടെ ഫിലിം എനിക്ക് ശരിക്കും നിമിത്തമായത് സഞ്ജയേട്ടൻ തന്നെയാണ്. അപ്പോൾ സഞ്ജയേട്ടനോട് അതിനോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. സഞ്ജയേട്ടൻ വഴിയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ എനിക്ക് ചെയ്യാൻ തന്നതിൽ ഞാൻ വീണ്ടും അവരോട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരോടും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാനും ജിസ്സേട്ടനും ആസിഫും എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ഈ പടം വളരെ വിജയമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും തുടർന്നും പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very, very much and all the very best. Congratulations കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. And very quickly let us move to the next segment. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ സ്പർശിച്ചിട്ടുള്ള ആളെ തന്നെയായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ സിനിമയിലെ മജീഷ്യൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. 96 സിനിമയിൽ റാം ആൻഡ് ജാനു കോമ്പിനേഷനിൽ അവരുടെ ഒരു സൈലൻസ് നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ മെയ്യഴകൻ സിനിമയിൽ ശ്രീ കമൽ ഹാസൻ സാറ് പാടിയ യാരോ ഇവർ യാരോ പാട്ട് അത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മജീഷ്യൻ എന്നല്ലാതെ വേറെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുക? അത്രത്തോളം ആഴത്തിൽ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത മൊമെന്റ്സിനെ നമുക്ക് ഒരു ഡെഫിനിഷൻ തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്ത് പോയി സ്പർശിച്ചിട്ടുള്ള magician on violin in everything that he does. Ladies and gentlemen, we are now welcoming on stage the one and only Govind Vasantha. I think perfect ഒരു മൊമെന്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കണം. അതിൻ്റെ ഒരു ഇമ്പാക്ട് അത്രത്തോളം വലുതായിരുന്നു. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ടു ലിസൺ ടു യുവർ മ്യൂസിക്സ് കമ്മിങ് ത്രൂ ദ ഫിലിം. ഹൗ ആർ യു ഫീലിംഗ്? I'm feeling nervous. ഭയങ്കര ഇൻട്രോ ഒക്കെ ആയിപ്പോയി. എന്നാ സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിപ്പിച്ചാലോ? ഇല്ല ഞാൻ സംസാരിച്ചോളാം. ഞാൻ ആസിഫിന്റെ കഴിഞ്ഞ സർക്യൂട്ടിൽ ആണ് കഴിഞ്ഞ എൻ്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ, ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. ആസിഫിൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ജിസ്സേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. പാട്ട് പാടാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടാണല്ലേ? താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി തന്നെ കൊടുക്കാം. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഹി ഈസ് ആക്ച്വലി ദ പ്രൈഡ് ഓഫ് മലയാളം സിനിമ. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള വർക്കാണ് റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Coming to
വെൽക്കമിങ് ദ നെക്സ്റ്റ് സ്റ്റാർ. ഇഫ് ഐ ക്യാൻ ലുക്ക് ഡൗൺ, ഒരു പക്ഷേ നമ്മുടെ ഒരു ഗ്യാതറിംഗ് ഏറ്റവും കൂടുതൽ ക്രേസി ആക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറിനെയാണ് ഇനി വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് യു മൈറ്റ് ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. None other than Shine Tom Chako. എവിടെ പോയോ? ഇൻവൈറ്റ് ചെയ്ത മൊമെന്റിൽ തന്നെ ഒരു ക്രേസിനെസ് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ, എല്ലാവരെയും ചിരിപ്പിച്ചിരിക്കുകയാണ്. ഷൈൻ ചേട്ടാ കേൾക്കുന്നുണ്ടെങ്കിൽ we are waiting for you here on the stage. ഇല്ല അല്ലേ? ഓക്കെ, all right, നമ്മൾ വെയിറ്റ് ചെയ്യണോ? shall we move ahead? ഇപ്പൊ വരും. ഓക്കെ. Okay, so moving on, it's time for me to welcome yet another star associated in the film. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. Ladies and gentlemen, it's now time for me to welcome the wonderful actor Bobby Kurian. വിളിക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ, കോമ്പറ്റീഷൻ ആയിട്ട് രണ്ടുപേരും ഇവിടെ പോയിരിക്കുകയാണല്ലേ. ഓക്കെ, ഇഫ് ഐ കൻ ഹാവ് എ ലുക്ക് അറൗണ്ട്, കാണുന്നവരെ ഇനി സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, ഐ തിങ്ക് ഏറ്റവും ലവ്ലി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഐ വാസ് കീപ്പിംഗ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ്. പക്ഷെ ഇപ്പോൾ രണ്ടുപേര് വിളിച്ച് സ്റ്റേജിലേക്ക് വന്ന ഒരു എംപ്റ്റിനെസ് മാറ്റാനായിട്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു വെൽക്കം ദാറ്റ് വൺ പേഴ്സൺ ഓൺ ദ സ്റ്റേജ്. നേരത്തെ ജസ്റ്റ് ജോയ് സാർ തന്നെ സൂചിപ്പിച്ചിരുന്നു, 2017 സൺഡേ ഹോളിഡേ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട് എലമെന്റ്സ് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി. അതിൽ ഒരുപാട് ഫേവററ്റ് സീൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒറ്റ സെക്കൻഡിലൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അമലുവിനെ തേച്ചിട്ട് പോയ ആള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ആസിഫിക്ക അമല തിരിഞ്ഞ് നോക്കുന്ന ആ ഒരു ലുക്ക് തന്നെയാണല്ലേ. എപ്പോഴും BGM ഇട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വിഷ്വലും അത് തന്നെയാണ്. ആ സിനിമയോടുകൂടി ചെറുതായിട്ട് തേപ്പുകാരി എന്നൊരു ടൈറ്റിൽ ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രോമിസിംഗ് ആക്ട്രസ് ഇൻ ദി ഫിലിം ഇൻഡസ്ട്രി എന്നൊരു ടൈറ്റിലിലേക്ക് വളർന്ന് വണ്ടർഫുൾ ആക്ട്രസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, put your hands together for ശ്രുതി രാമചന്ദ്രൻ. നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണല്ലേ. യെസ്, സോ നൗ ഐ കൻ സീ there your partner is already recording the video and that going to be a very sweet moment for you to celebrate as well. അപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കോംബോ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ if I could use that liberty, തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറുമോ എന്നാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. How are you feeling about this combo being back together? തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറി എന്നാണ് ഞാൻ വിശ്വസിച്ചത്. But I think this movie is a lot more special. കാരണം ഇപ്പോൾ യു സെഡ് തേപ്പുകാരി എന്ന ടൈറ്റിൽ അത് മാറ്റിയ one of the people was I think Shamsu with Kane Kane, Shamsuddin and Manu. There's one more person, Ahmed, who's in the audience with Madhuram. So ആ രണ്ട് സിനിമയാണ് I think തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറ്റിയത്. So I think this film is a lot more special because of that. എനിക്ക് it's my second outing with Gisette and Nasir, and my third with Shamsu with Kane Kane Eyes and now Kottayam Belt. I'm very excited and yeah, I'm looking forward to it. I think നമ്മളാണ് കൂടുതൽ എക്സൈറ്റഡ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആസിഫ് അലി ശ്രുതി ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അന്ന സിനിമയിൽ കോംബോ സീൻസ് അധികം ഇല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തതാണ് നിങ്ങളുടെ ഒരു കെമിസ്ട്രി, ദ വേ യു ഹാവ് ബീൻ ടുഗദർ ഇൻ ദാറ്റ് ഫിലിം. And now let us eagerly look forward to the release of the film. Hearty congratulations. Thank you so much. Can we have a big round of applause once again, everybody, to the very lovely, the wonderful actor Shruti Ramachandran. Okay, so now നമ്മൾ നേരത്തെ ചിരിപ്പിച്ച സ്റ്റാർ ഇവിടെ എത്തിയിട്ടുണ്ട്. The way I introduced him was ഈ ഒരു ഗ്യാതറിംഗിൽ കൂടുതൽ ക്രേസിനെസ് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി എന്നാണ്. അത് ഓൾറെഡി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. And now to bring in more crazy elements to our celebration, ladies and gentlemen, are you all ready to welcome Shine Tom Chako? നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഹായ് ഹായ്, ഹാർട്ടി വെൽക്കം. താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻ ടോം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മളങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണല്ലേ. നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ കോട്ടയം ബെൽറ്റ് അല്ലേ? ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണോ ഫാഷൻ? ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാത്തത്? അല്ലല്ല, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ?
ഇവളെല്ലാം ലോഞ്ച് ചെയ്തുള്ളൂ, മുന്നറിയില്ലല്ലോ. എന്താ എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് സിനിമ ആസിഫ് നാളെ അലി. ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. ആസിഫിൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. രാജേഷ് പിള്ളയുടെ കൂടെ ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളൊക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട, അതിനുശേഷം അല്ലേ അടിഗോസ് അമിഗോസ്, അടിയോട് അടി പടം കണ്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ ചിത്രം അല്ലേ? പകിട കണ്ടിരുന്നു? പകിട കണ്ടിട്ടുണ്ടോ? അടിഗോസ് അമിഗോസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളോട് ചോദിക്കില്ലല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മൾ തർക്കത്തരം അങ്ങനെ പറഞ്ഞിട്ടാണോ ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആർക്കെങ്കിലും തരട്ടെ, ജസ്റ്റ് ചേട്ടനെ തരട്ടെ? ഇല്ല, ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് പറയല്ല. ഉണ്ടയുടെ സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു ഗുളിക കൊടുത്തു വൈകി എടുത്ത് വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ അല്ല, ഗുളികയല്ലേ ഇതിപ്പോ വേണം. അസീൻ ഓർമ്മയില്ലേ? അല്ല, ഡോക്ടറാണെന്ന് വെച്ചാൽ കിട്ടണമൊക്കെ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ ഓർമ്മയുണ്ടോ അസീൻ? അത് നമുക്ക് ഡോക്ടറല്ലാട്ടോ, വക്കീലോ. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയരുത്? കള്ളം പറയരുത്. സത്യം പറയാം. സത്യം പറയാം മേഡം. സത്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്, ഇനി എല്ലാം സ്വയമേ അങ്ങ് ഏറ്റെടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ചേട്ടനോട് എന്താണ് ഇപ്പൊ ചോദിക്കാറുള്ളത്? പേടിപ്പിക്കാനല്ലേ? എങ്ങനെയുണ്ട്? പേരെങ്ങനെയാ പറഞ്ഞു? ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടർമാരാണ്. ജീവൻ വേണമെങ്കിൽ ഡോക്ടേഴ്സ് അസോസിയേഷൻ ആയല്ലോ എന്നുള്ള കാര്യം അറിയായിരുന്നോ? എനിക്കറിയില്ലേ? അറിയില്ലായിരുന്നോ? അല്ല, എനിക്കറിയില്ല. പിള്ളേരെ കാണുന്നത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാ അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? ഞാൻ അവിടെ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടിരുന്നു. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടറോ? മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേദം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിനിടയ്ക്ക് അലോപ്പതിയിലോട്ട് മാറി. അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോമിയോപ്പതി അല്ല, അതല്ല, ഇംഗ്ലീഷ് മരുന്ന് തന്നെ. ഇംഗ്ലീഷ് മരുന്ന്. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? എനിക്ക് ഇഷ്ടമാണെങ്കിൽ പഠിച്ചോട്ടെ. എന്തിനാ? ഓക്കെ. ഇത് സീനിയർ ഡോക്ടറാണേ. പുള്ളി ഓർത്തോ അല്ലേ? അല്ല, ഞാൻ MBBS ഗ്രാജുവേറ്റ്. MBBS അല്ലേ? അപ്പോൾ അല്ലടാ, ഓർത്തെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ? ശരിക്കും ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രണ്ടുപേരും? ചെറുതായിട്ട് ടോപ്പിക്കിൽ നിന്ന് വഴി മാറി പോകുന്നുണ്ടോ ഒരു സംശയം. അല്ല, നമ്മള് ഈ കഥ നമുക്ക് കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം. നമുക്ക് കഥ പറയാൻ പറ്റില്ല. ഇല്ല. അപ്പൊ പിന്നെ എന്താ പറയാ? നീ ഈ പടം കമ്മിറ്റിനുണ്ടായ ഒരു കാരണം പറയും. കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ എവിടെയൊന്നും ഓർമ്മയുണ്ടോ? പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് 3 പേരും കൂടി പരസ്യങ്ങൾ പൊളിച്ച് ചെയ്യണ സമയം ഉണ്ടായിരുന്നു. ദിനേശനും സിജോട്ടനും ജിസും കൂടിയുള്ള സമയത്ത് ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോഴും നീ അറിഞ്ഞില്ലേ? മെന്റലിസ്റ്റ് ആദ്യോടൊപ്പം ഷോ ചെയ്യുന്ന ഇൻസോമിനിയ നീ അറിഞ്ഞില്ലേ? മെന്റലിസ്റ്റും കൂടിയാണോ അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രറ്റ്സ് ആണല്ലോ പറയണത് അല്ലേ? നമ്മളെ പറ്റി ഒരു സീക്രറ്റും ഇല്ല കേട്ടോ, നീ അറിയാം. അതുകൊണ്ടാ. അപ്പൊ അതിൽ വലിയ കാര്യമില്ല. നിങ്ങളെ പറ്റി കുറെ സീക്രറ്റ്സ് ഉണ്ടാവുമല്ലോ. ഞാൻ പറയണ വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്, എനിക്ക് പറയാം. അതുകൊണ്ടാ പറഞ്ഞ സീക്രറ്റ്സ് ഒന്നുമില്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്ക്വാഡിന്റെ, ഉണ്ടാവില്ലേ? കുറച്ചധികം നേരത്തെ ഗസ്റ്റ് ആയിരുന്നു.
എന്തേലും പറയൂ, കുട്ടിയൊന്നും പറയുന്നില്ലല്ലോ. വഴിയുണ്ടാക്കാം, പ്രൊഡ്യൂസറിനോട് ചോദിച്ചിട്ട് വഴിയുണ്ടാക്കാം. ഷംസു ഒരു ഇതിൽ ഒപ്പിച്ച് എനിക്ക് നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ സഭാകമ്പം ഉണ്ടോ? ഇല്ല. എന്നാൽ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. അപ്പോൾ എല്ലാവരും പടം കാണണം അല്ലേ, ബോറടിപ്പിക്കാതെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ക്രേസി മൊമെന്റ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇത്രത്തോളം അന്വർത്ഥമാകുമെന്ന് ഞാൻ കരുതിയില്ല. അതിനെ കംപ്ലീറ്റ് ജസ്റ്റിഫൈ ചെയ്യുന്ന മൊമെന്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും മൂവിങ് ഓൺ. സോ നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നേരത്തെ ഷൈൻ ടോം ചേട്ടനോടൊപ്പം തന്നെ വെൽക്കം ചെയ്ത നമ്മുടെ നെക്സ്റ്റ് ആക്ടർ ബോബി കുര്യൻ സർ ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. യെസ്, ദേർ ഹി ഈസ്. നല്ലൊരു കൈഡി നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആക്ടറാണ്. We have also been fascinated by his acting skills. സുമതി വളവ് പണി സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ്. അപ്പോൾ പുതിയ സിനിമ വിശേഷമാണ് ഇനിയിപ്പോൾ നമ്മളോട് പറയാനുള്ളത് അല്ലേ? ഗുഡ് ഈവനിങ്. ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. അതിലൂടെയൊക്കെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 പ്രോജക്റ്റ് തീർത്തിട്ട് ഞാൻ UK തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റും ബുക്ക് ചെയ്ത് പറയും ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് ജിസിൻ്റെ കോള് വരുന്നത്. പൂജയുടെ നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നത്തേക്ക് തുടങ്ങുന്നത്, നമ്മൾ ഉടനെ തന്നെ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു UK ഒന്ന് പോയിട്ട് വന്നാലോ? ഇല്ല, സമയമില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും ചോദിച്ചില്ല ഇന്ന് വരെ. ഈ സിനിമയോ സിനിമയുടെ കഥാപാത്രത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. കാരണം വിളിച്ചിരിക്കുന്ന ജിസ്സാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ UK ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റായിട്ടൊരു പേഴ്സണാലിറ്റി. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇതിൻ്റെ ടൈറ്റില് ഇപ്പോഴാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കോട്ടയം ബെൽറ്റ്. ഞാൻ ആസിഫിൻ്റെ കൂടെ എനിക്കിങ്ങനെ ഒരു വേഷം ഓഫർ ചെയ്ത ജിസിനോടും ഇതിൻ്റെ തിരക്കഥാകൃത്തിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരും അനുഗ്രഹം വേണം. താങ്ക് യു സോ മച്ച്. Thank you so much sir, and all the very best. Hearty congratulations as well. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. And now definitely ഇന്ന് നമ്മൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വാവ് മൊമെന്റ് നൽകിയൊരു കാര്യമാണ് പത്മരാജൻ സാറിൻ്റെ മകൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ പ്രൊഡ്യൂസർ സ്റ്റേജിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്, ബട്ട് സ്റ്റിൽ സ്റ്റേജിലേക്ക് ഒന്ന് വന്ന പ്രസൻസ് മാറുകയാണെങ്കിൽ വിൽ ബി വെരി ഹാപ്പി സർ. നല്ലൊരു കൈഡ് നൽകി തന്നെ ശ്രീ ആനന്ദ പത്മനാഭൻ സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പത്മരാജൻ സർ ഹാവ് ഗിവൻ ഫോർ ദ മലയാളം സിനിമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സാന്നിധ്യം നമുക്ക് അത്രത്തോളം മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പെടുത്തണ്ടായിരുന്നു. ഇന്നലെ എനിക്കൊരു ഫോൺ വന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്ത് സഞ്ജയ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്കത് ആരാണ് അഭിനയിക്കുന്നതെന്ന് പോലും പ്രിയപ്പെട്ട ആസിഫാണെന്ന് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാനൊന്നാമത് ഈ സിനിമാ വേദികളിൽ നിന്ന് അങ്ങനെ വരുന്ന ഒരാളല്ല. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത് എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്. സാറൊക്കെ ഇത്ര കാര്യമായിട്ട് പറയുന്നത് കേട്ടപ്പം എനിക്ക് വലിയ അതിശയമായിപ്പോയി. ഇതിപ്പം ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ജിസുമായിട്ട് നിരന്തരം സമ്പർക്കമുള്ള ആളാണ്. നിരന്തരം ഫോണിൽ വിളിക്കുകയും അദ്ദേഹം എപ്പോഴും അച്ഛനോടുള്ള ഇഷ്ടം പറയുന്ന ആളാണ്. സഞ്ജയ് പിന്നെ ആസ് ഗുഡ് ആസ് മൈ ബ്രദർ. 5 വയസ്സ് 6 വയസ്സ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. അപ്പോൾ എങ്ങനെയും ഇത് വിജയിക്കണം എന്നുള്ള പ്രാർത്ഥന എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ
എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഇതിൻ്റെ വിജയം ഞാൻ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. വേണു സാറിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് പ്രിവിലേജ് ടു ഹാവ് യുവർ പ്രസൻസ് ഹിയർ വിത്ത് us today. അതൊരു പ്രിവിലേജ് തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് ഫോർ യുവർ വാല്യുബിൾ പ്രസൻസ് ഹിയർ വിത്ത് us today. മറ്റു വ്യക്തി കൂടി ഉണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ജിസർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് ചിദംബരം എന്ന ഡയറക്ടർ. അത് 3 സിനിമയാണെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആഘോഷിച്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറച്ച സിനിമകൾ തന്നെയാണ്. Starting from Janeman, Manyamal Boys, and very recently to Balan, all classic epic films. And now Sri Chidambaram is here with us, ladies and gentlemen. Thank you so much for coming over. And എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് സർ? പറയേണ്ടത് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജിസേട്ടാ ഫോർ ദ ഇൻവൈറ്റ്. വിളിച്ചിട്ടെങ്കിലും വരും. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ സിനിമയാണ്, സ്വന്തം ഫാമിലിയുടെ സിനിമയാണ്. സോ ആസിക വാസ് ഓൾവേസ് എ സപ്പോർട്ട്. ജിസേട്ടൻ എല്ലാവരും വെരി ഹാപ്പി ഫോർ ദ ക്രൂ ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ജിസേട്ടാ ടൈറ്റിൽ പൊളിച്ചു, ഒരു രക്ഷയില്ല. ഗ്രേറ്റ്. സോ വെരി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. എക്സൈറ്റ്മെന്റ് അത് തന്നെയാണ്. അഗൈൻ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ട് റോല് സാന്നിധ്യം രേഖപ്പെടുത്തി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു താരത്തിനെ തന്നെയാണത്. മഹേഷിന്റെ പ്രതികാരത്തിലെ ക്യാരക്ടർ പറയണോ, അതോ അപ്പൻ സിനിമയിലെ ക്യാരക്ടർ പറയണോ, തൊണ്ടി മുതലെ ക്യാരക്ടർ എടുത്ത് സൂചിപ്പിച്ച് പറയണോ, ഐ ഹാവ് നോ ക്ലൂ. ബിക്കോസ് എല്ലാം അത്രത്തോളം മാജിക്കൽ ആയിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. നല്ലൊരു കാര്യം നൽകി തന്നെ വേദിയിലേക്ക് ശ്രീ അലൻസിയ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. A big round of applause in welcoming ശ്രീ അലൻസിയ സർ. ക്യാരക്ടർ റോൾസ് അതിഗംഭീരമായി തന്നെ ഓരോ സിനിമയിലും നമുക്ക് സമ്മാനിച്ച വണ്ടർഫുൾ ആക്ടറാണ്. ഹാർട്ടി വെൽക്കം സർ. യെസ്, എന്താണ് ഇപ്പോൾ സാറിന് നമ്മളോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കൈപൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത്. എൻ്റെ പേരൂടെ പറയണോ, ഞാൻ ആ കുടുംബാംഗമാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. നമ്മുടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെയോ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിൻ്റെ സൺഡേ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫുമായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛനാണ്. 2 ലൊക്കേഷനും ഒരു വീളം, 2 സിനിമ എത്രയോ കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം? ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന ഈ സംവിധായകനുമായിട്ടും ഈ നടന്മാരുമായിട്ടും എനിക്ക് എന്താണ് റിലേഷൻസ്? അതൊന്നും നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്നതല്ല. ഹാപ്പനിങ് സംഭവിച്ചു. എൻ്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട് അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കളുണ്ടായി. അത് തന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ്, ഞാൻ അവസാനം അഭിനയിച്ച സിനിമ രാജീവ് രവിയുടെ അവസാനമാണെന്ന് അറിഞ്ഞൂടാ, പുള്ളി എന്നെ നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് നടക്കുകയാണ്. ആസിഫിനെ ഞാൻ പറ്റിച്ചു. കുറ്റവും ശിക്ഷയും എന്താ, നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാനും എനിക്കറിയാം, ഉണ്ടായിരുന്നോളാം ജഡ്ജി. അപ്പോൾ ഈ മനുഷ്യർ ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്,
ഇന്ത്യയുടെയും ഭാരതത്തിൻ്റെയും അതിർത്തിയിൽ നിന്ന് അഭിനയിച്ച് തുടങ്ങിയവനാണ് ഞാനൊരു പട്ടാള വേഷവും കെട്ടിയിട്ടില്ല, ഞാൻ പോലീസ് വേഷം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ പോലീസ് വേഷം കെട്ടാൻ വന്നവരാ, ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മണ്ഡലത്തിൽ കൊണ്ട് യാത്ര ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്നുള്ള എൻ്റെ ഭാവനയിൽ തോന്നിയ കുറേ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിൻ്റെ കോള് വരുന്നത്, കോവിഡ് പകരെയാണ് തിരിച്ചു വരണം. അതിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജിസ് മോൻ ജോയ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ് മോൻ ജോയ്. തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ മകനെ തേച്ചുകൊണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഈ വേഷം കെട്ടത്, ഞാനൊരു ജുബ്ബ ഇട്ടാ വന്നത്. പക്ഷെ എനിക്ക് തോന്നി എന്നെ കിളവനാക്കി കളയാൻ വേണ്ടി, കടപ്പിരോഗിയാക്കി കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടീഷർട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ കൊടുത്ത് പൈസ തിരിച്ചു. താങ്ക് യു സോ മച്ച്. ഈ സിനിമയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും. Thank you so much, sir, for your words. And now, moving on, സിനിമയിൽ പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇനിയുമുണ്ട്. എത്രയും വേഗം തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആസ് വി ഓൾ നോ, പെർഫോം ചെയ്ത ഓരോ സിനിമകളിലും നമ്മൾ കൈയടിച്ചിട്ടുള്ള ആക്ടറാണ് മിസ്റ്റർ വിഷ്ണു അഗസ്ത്യ. RDX സിനിമയിൽ നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അതിനിടയിൽ നമുക്ക് പാവം തോന്നിയ കഥാപാത്രമാണ് നമുക്ക് സമ്മാനിച്ചത്. വിഷ്ണു അഗസ്ത്യ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓൾസോ വിഷ്ണുവിനെ തൊട്ടടുത്തിരിക്കുന്ന yet another wonderful actor of Malayalam film industry, ജിനു ജോസഫ് സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓൾസോ ലെറ്റ് മീ avail this opportunity to welcome the wonderful actor, director and filmmaker none other than Sri Srikanth Murali sir. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Now we will be listening to the wishes, the words coming from these refined actors in the Malayalam film industry. നമുക്ക് സെന്ററിലേക്ക് നിൽക്കാം അല്ലേ? യെസ്, ശ്രീകാന്ത് സാറിന്റെ സാന്നിധ്യം കൂടെ സ്റ്റേജിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. And now ആരാദ്യം സംസാരിച്ചു തുടങ്ങും? Who will be talking first? Okay. വലിയ സന്തോഷം. എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആസിഫിൻ്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിൻ്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷേ ജിസുമായിട്ട് ഒരു 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓരോ സിനിമയും ചലഞ്ചാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിൻ്റെ ആള് മാറ്റിപ്പിടിക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടും. ഇനി സിനിമ സംസാരിക്കട്ടെ. സന്തോഷം. Good evening, everybody. I'm extremely happy to be part of this project. Thank you, Jis Joy sir and everybody involved. Hi Shruti, how's it going? Dr. Rani, everybody, Asif Ali, congratulations. Thank you for inviting me to be part of this movie. Handing over. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെയും ജെസ്സിൻ്റെ രണ്ടുപേരുടെയും സിനിമകളിൽ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ അവർ ഒന്നിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാൻ, താങ്ക് യു ജിസ്, താങ്ക് യു. The pleasure is all ours. I must correct that and say, and all the very best. Congratulations. And let me now very quickly welcome yet another special person for everybody here inside the hall. ജിസ്ഡോ സർ വെൽക്കം സ്പീച്ചിൽ ഏറ്റവും അവസാനം ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി തന്നെ മെൻഷൻ ചെയ്തൊരു പേരാണ് ഡോക്ടർ സജീവ്.
അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുവാനായി പോകുന്നത്. നല്ലൊരു കൈഡി നൽകി തന്നെ ഡോക്ടർ സജീവ് സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റൈസ് അപ്പ് എന്നൊരു ടൈറ്റിലോട് കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഓവർ ആൻഡ് താങ്ക് യു. ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും എങ്കിൽ പോലും ഇത്ര ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ജിസ് അതേപോലെ ഷംസു എല്ലാവരെയും ഞാൻ താങ്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് ഒരു വലിയ വിജയമാവട്ടെ. ജിസ് ജോയ് എനിക്ക് വളരെ ക്ലോസ് ആണ്, ഷംസുദ്ദീൻ വളരെ ക്ലോസ് ആണ്, വേണു വളരെ ക്ലോസ് ആണ്. സോ വി ആർ ഓൾ ഗുഡ് ഫ്രണ്ട്സ്. സോ വിഷ് ദി എൻറ്റയർ ക്രൂ ഫാന്റാസ്റ്റിക് മൂവി. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. താങ്ക് യു സോ മച്ച്. Thank you so much, sir, for coming here and marking your valuable words. And now, moving to yet another wonderful and talented actress that we have received in recent times in Malayalam film industry. മറ്റാരുമല്ല, ബാലൻ സിനിമ കണ്ട് നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ ആ സിനിമയുടെ ഒരു സ്ട്രോങ് എലമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അൺഡൗട്ടഡ്ലി ദാറ്റ് വിൽ ബി ദ മിസ്റ്റീരിയസ് മദർ. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം അസാധ്യമായി പെർഫോം ചെയ്ത് താരം none other than ഫർസാന പാലത്തിങ്കൽ എന്ന നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ്. നിറഞ്ഞ കൈഡി നൽകി ഏറ്റവും സ്നേഹത്തോടെ ആവശ്യത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജിസർ പറഞ്ഞിരുന്ന ഒരു ലുക്ക് മാറി വേറൊരു ലുക്ക്, ദ റിയൽ ലുക്ക് കാണാനായിട്ട് നമുക്ക് ഇന്നൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് ഹാവ് വൺ ക്വസ്റ്റ്യൻ. അത്രത്തോളം അപ്രിസിയേഷൻസ് ആയിരിക്കും ലഭിക്കുന്നതല്ലേ ആ സിനിമയിലെ സൈലൻസ് ആണെങ്കിലും ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും യു ഹാവ് ഡെലിവേർഡ് ഇറ്റ് സോ വെൽ. സോ മെച്യൂർഡ് ആക്ടർ ഒരു വൈബ് തന്നെയാണ് നമുക്ക് എല്ലാ സീനിലും കിട്ടുന്നത്. ആൻഡ് യു ആർ വൺ ഓഫ് ദ സ്ട്രോങ് പോയിന്റ് ഓഫ് ദ ഫിലിം. സോ ഹൗ ഈസ് യുവർ ലൈഫ് നൗ ആഫ്റ്റർ ബാലൻ? Thank you so much. Life hasn't changed as much. Everything is just the same, except for the fact that I'm invited to events like these. I'm very happy to be here. Thank you, sir, for having me here. It's a very special moment, and I'm happy to share it with Team Kottayam Belt. All the very best to the entire team, to the producers, to the cast and crew, Asif Ali, Just Joy, the rest of the cast and crew. Happy journey, and I think I'll see you all at the cinemas. All the best. We also wish to see you soon in cinemas, and let your journey be also be very lovely, very wonderful. Thank you so much. ഇന്നിവിടെ സാന്നിധ്യം രേഖപ്പെടുത്തിയതിന് ഒരിക്കൽ കൂടി ഫർസാനയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സോ ബാലൻ സിനിമയിലേക്ക് തന്നെയാണ് ഇനിയും നമ്മൾ പോകുന്നത്. വി ഹാവ് യെറ്റ് അനദർ വണ്ടർഫുൽ ആക്ട്രസ്. ഒരു കോൺസ്റ്റബിൾ എന്നൊരു ക്യാരക്ടർ എത്രത്തോളം നമ്മുടെ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിനെ പറ്റി ആരും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരാളെ അയച്ചു തരാം, ചേട്ടൻ പടം കണ്ടല്ലേ, അതിലെ പോലീസ് ക്യാരക്ടർ ചെയ്ത സാൻഡ്രയെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. സാൻഡ്രയെ വിളിച്ചു. സാൻഡ്ര നേരെ ഒഡീഷന് വന്നു. ഒഡീഷൻ കണ്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അത്രയും മനോഹരമായിട്ട് പെട്ടെന്ന് ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ബാലൻ എന്ന വലിയ ഹിറ്റിന് ശേഷം സാൻഡ്രയെ ഞങ്ങളുടെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സാൻഡ്രയ്ക്ക് സ്റ്റേജിലേക്ക് വരാം കേട്ടോ. നിറഞ്ഞ കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാന്ദ്ര ചന്ദ്രൻ. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അറിയുന്നത് കോൺസ്റ്റബിൾ സിസ്ലി ആയിട്ടായിരിക്കും. ഹാർട്ടി വെൽക്കം. I know you'll be very excited and we are curious to get to know what you have to tell us right at this moment. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ആസിഫിക്ക, ജിസ് ജോയ് സർ, ഈ കോംബോയെ പറ്റി ഞാൻ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ടൈറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ആ മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര എല്ലാവരും പറഞ്ഞ പോലെ ഞാനും ഭയങ്കര നെർവസ് ആണ്. നാളെ ഷൂട്ട് തുടങ്ങുകയാണ്. സോ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണം. താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടുള്ള ജേർണി ഏറ്റവും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഗെറ്റ് ടുഗെദറിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നൗ അപ്പ് നെക്സ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു താരത്തെ തന്നെയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഒരു പെർഫെക്ഷൻ മാർക്ക് ചെയ്യുന്നതിൻ്റെതാ ജസ്റ്റ് ജോയ് സർ സ്റ്റേജിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസൻസോട് കൂടി തന്നെ ഒരു വ്യക്തിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഐ ആം ഹിസ് ഫാൻ ആൻഡ് എവ്രിബഡി ഹിയർ ഇൻ ദ ഹോൾ വിൽ ബി ഹിസ് ഫാൻ. മെന്റലിസ്റ്റ് എന്ന് പറയുന്നതിലുപരി ഒരു വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് കോച്ചാണ്.
ഓരോ ഷോയിലും മെന്റലിസം കാണിക്കുന്നതിനോട് കൂടെ തന്നെ ലൈഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് പറഞ്ഞ് നമ്മളെ കൂടുതൽ മനോഹരമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കോച്ച് തന്നെയാണ്. അപ്പോൾ ആ രണ്ടുപേരും പാർട്ട്ണർ ഇൻ ക്രൈം, രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. കോട്ടയം ബെൽറ്റ് ഓൾറെഡി ഫീൽ ഗുഡ് സിനിമയല്ലാന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ത്രില്ലർ സ്വഭാവമാണെന്ന് നമ്മളങ്ങ് ഊഹിക്കുകയാണ്. സിനിമയുടെ കഥ അറിഞ്ഞിരുന്നോ? മെന്റലിസ്റ്റ് ആയതുകൊണ്ട് ഇനി അറിയേണ്ട കാര്യം ഉണ്ടാവില്ല, മനസ്സങ്ങ് വായിച്ചാൽ മതിയല്ലേ. പറഞ്ഞിരുന്നോ? മൈക്കില്. ഹലോ, മീഡിയ എല്ലാം ഉണ്ടല്ലോ. ഞാൻ 19-ാം തീയതി, ഈ വരുന്ന 19-ാം തീയതി JT പാക്കിൽ ഷോ ഉള്ളതുകൊണ്ട്, 2 ഷോ ഉള്ളതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ജിസ് വിളിച്ച് പറയുന്നത് മൂവിയുടെ ടൈറ്റിൽ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ അല്ലേ? ഈ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഈ കൂട്ടത്തിൽ ഞാൻ എന്തിനാണ് സ്റ്റേജിൽ കയറി അറിയില്ല, പക്ഷേ റൂം നിറയെ പ്രിയപ്പെട്ട ആളുകൾ, ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡ്. തലവൻ നേരത്തെ കൂട്ടുകാരാണെങ്കിലും തലവൻ കഴിഞ്ഞ് നിൽക്കുന്ന അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരുമിച്ചുള്ള ജേണി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈ മൂവിയുടെ കഥ ആലോചിക്കുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ കഥ കേട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ഓരോ അപ്ഡേറ്റും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ള പോലെ അറിയാം. നമ്മൾ കുറച്ച് മൂവീസ് ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ സം പാറ്റേൺസ് കുറച്ച് പേരുടെ. ഇത് സുഹൃത്തായതുകൊണ്ട് കൂടെ നിർത്തി പറയുന്നതല്ല, ഹാർഡ് വർക്കിംഗ്. ഇത് 3 അപ്പം എല്ലാ വിഷസും പിന്നെ അതെ. അതാ പറഞ്ഞ റൂം ഫുൾ ഓഫ് ഫേവറേറ്റ് പീപ്പിൾ. നമുക്കിത് ഫാമിലി പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എവിടെ ഷൈൻ അണ്ണ, ഈ സീക്രട്ട് വിളിച്ച് പറയാത്ത മെന്റലിസം ഷോക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫീൽ ഗുഡ് സംഭവമാണ്. സച്ച് എ പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആദി. യെസ്, റൂം ഫുൾ ഓഫ് ഫേവറേറ്റ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പീപ്പിൾ ആയിട്ടുള്ള ആദിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആൻഡ് യെറ്റ് അനദർ മജീഷ്യൻ ആണ് ഇനി നമ്മളോട് സ്റ്റേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വല്ലപ്പോഴും ഇങ്ങനെ കിട്ടുള്ളൂ, അതുകൊണ്ട് വിളിക്കുന്നതാണ്. രാജമൂർത്തി സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. Yet another magician joining us on stage. ഒരു നല്ല കൈഡി നൽകി തന്നെ രാജമൂർത്തി സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്തതിനൊരു സർപ്രൈസ് അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നത്. സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. താങ്ക് യു സോ മച്ച്. യെസ്, സാധാരണ ബാക്കിയുള്ള സർപ്രൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്. But this actually came as a surprise for me. Absolutely no idea that I was going to share the stage here. See, ജസ്റ്റിൻ്റെ എനിക്കറിയാം, ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള പരിചയമേ ഉള്ളൂ എനിക്ക്. പക്ഷേ ആ സമയം തൊട്ട് ദ കൈൻഡ് ഓഫ് സീരിയസ്നെസ്, ദ വേ ഹി ലുക്സ് അറ്റ് മൂവീസ്, നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മൂവിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ബാക്കി എനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ ടൈറ്റിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ ഇന്നിവിടെ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അമേസിങ് വൺ. ആൻഡ് ഞങ്ങൾ ബാക്കിയിരുന്ന് പറയായിരുന്നു എന്തൊക്കെയോ അതിനകത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സംശയമുണ്ട് പറഞ്ഞിട്ട്. whatever it is. So, thank you so much for having me over. All the best. പ്രിയപ്പെട്ട അസ്കർ, പ്ലീസ്. അസ്കറിനൊരു വലിയ കൈഡി. സംഭവത്തിന് ശേഷം അസ്കറിന്റെ സ്റ്റേജിൽ ഞാൻ ഇപ്പോഴാണ്. ഇത് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയിലെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. അപ്പോൾ ഭയങ്കര സന്തോഷം ജിസേട്ട. കാര്യം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ചെറുപ്പം മുതലേ ഇവരുടെ കണ്ടാണ് വളരുന്നത്. ജിസേട്ടൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എന്നേക്കാൾ കൂടുതലുള്ളതാണ് ഇക്കടെ കൂടെ. അപ്പോൾ എനിക്കിതൊരു ഫാമിലി ഫങ്ഷനാണ്. സോ ഓൾ ദി ബെസ്റ്റ് ജിസേട്ട. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാം അടിപൊളിയാവട്ടെ. എന്നെയും ഇനി ഏതെങ്കിലും പടത്തിൽ വിളിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർനെസ്സിലാണ്. പക്ഷേ ഒരു സെലിബ്രേഷൻ ഏറ്റവും ക്ലാസ് ആയി തന്നെ നമുക്ക് എൻഡ് ചെയ്യുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്ത് ആ ഒരു ടൈറ്റിൽ വീണ്ടും നമുക്ക് കാണണ്ടേ? ദാറ്റ്സ് ദ പെർഫെക്റ്റ് വേ. ഹ്യൂജ് മൈൽസ്റ്റോൺ. 9 വർഷമായി എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ 9 വർഷത്തിന് ശേഷം വീണ്ടും സിനിമയുടെ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരുമിച്ച് ഒരു ഫോട്ടോ. ഐ മീൻ സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്ന് റിമൈൻഡഡ് ആവട്ടെ. ദിസ് ഇസ് ദ 9th year of Sunday Holiday. Yes. And what a wonderful moment to celebrate
on this day. You can smile, smile, smile. സൺഡേ ഹോളിഡേ എന്ന ഫീൽ ഗുഡ് സിനിമ അങ്ങനെ 9 വർഷമായിട്ട് നമ്മളെല്ലാവരെയും ഫീൽ ഗുഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റഡ്ലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. എക്സൈറ്റ്. എടാ മോനെ, സ്നേഹം എന്ന് പറയുന്നത് ഒരു തോന്നലാണ്. നമ്മളെ തേച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് നമ്മൾ ജീവിതം. അതൊരു ഗുമ്മാണ്, ചുമ്മാ അങ്ങ് ചിരിച്ചു വിട്ടുക എന്ന് പറഞ്ഞ ഒരു ഡയലോഗാണ് ആ സിനിമയിൽ. ഞാനിപ്പോൾ പറഞ്ഞ ഭാഷയല്ല അന്ന് ജിസ് എഴുതി വെച്ചത്. ഞാനിത് പുതിയ വ്യാഖ്യാനമാണ് തന്നത്. അത് തന്നെയാണ്, ജീവിതം ഒരു ഗുമ്മാണ്. ഓക്കെ, സോ ഫോട്ടോ സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വിത്ത് യുവർ പ്രസൻസ് ഹിയർ ഇറ്റ്സെൽഫ്, കോട്ടയം ബെൽസിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുമിച്ചുള്ള ഫോട്ടോ സെഷനിലേക്ക് നമ്മൾ പോകുന്നു. സിനിമയിലെ അഭിനേതാക്കൾ ഏവരെയും സ്റ്റേജിലേക്ക് ഫോട്ടോ സെഷന് ജോയിൻ ചെയ്യുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കമിങ് അവർ പ്രൊഡ്യൂസേഴ്സ്. സ്മൈൽ, എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടരട്ടെ. ദാറ്റ് സ്മൈൽ, ലെറ്റ്സ് പോസ് ഫോർ ദ പിക്ചർ. നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എവ്രി വൺ ഓഫ് ദം, all of them are giving us a promise. So അതുകൊണ്ട് തന്നെ let us very very eagerly wait for the release of Yum. And that's the wonderful cast of Kottayam Bells, everybody. Once again, all the very best. Congratulations. Cinema ഏറ്റവും അസലായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുകയാണ്. ജസ്റ്റ് ജോയ്, ആസിഫ് അലി, മാജിക് ഒരിക്കൽ കൂടി സ്ക്രീനിൽ കണ്ട് നമ്മളെല്ലാവരും എന്റർടൈൻഡ് ആകട്ടെ എന്ന് ഏറ്റവും എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു എൻറ്റയർ കാസ്റ്റ്.